ചുട്ടുപൊള്ളുകയാണ് കൊച്ചി. എന്നാൽ തിരക്കേറിയ നഗരം പൊരിവെയിലെത്തും ജോലി തിരക്കിലാണ്. ഇരുചക്രവാഹനക്കാർ ബ്ലോക്കിൽപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. വിയർത്തു കുളിക്കണം. AC വണ്ടിയിൽ സുഖയാത്ര ചെയ്യുന്നവർക്കറിയില്ല ഈ പൊരിവെയിലത്തെ കഷ്ടപ്പാട്. മണിക്കൂറുകളായി നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്നവർക്കും തെരുവിൽ ലോട്ടറി വിൽക്കുന്നവർക്കും പറയാനുള്ളത് പൊള്ളുന്ന കഷ്ടപ്പാടുകൾ മാത്രം. നിൽക്കാൻ പറ്റണില്ല. പിന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് സഹിച്ച് നിൽക്കണേണ്. നല്ല ചൂടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടന്ന് വിൽക്കണം. എന്നാൽ ഇതിലും ദയനീയമാണ് മെട്രോ നിർമ്മാണ കാഴ്ച. പൊരിവെയിലത്ത് കഠിനമായ പണി. പലരുടെയും പണി ഉയരങ്ങളിലെ പില്ലറുകളിൽ, അതും വിശ്രമമില്ലാതെ. വെന്തുരുകുകയാണ് നൂറുകണക്കിന് മറുനാടൻ തൊഴിലാളികൾ. സൂര്യാഘാതം ഭയപ്പെട്ടാണ് ഇവർ പണിയെടുക്കുന്നത്. എന്നാൽ അധികൃതരും കരാറുകാരും മാത്രമല്ല, തൊഴിലാളി യൂണിയനുകളും ബോധപൂർവം കണ്ണടക്കുകയാണ് ഈ തൊഴിലാളികൾക്കു നേരെ. സഹിക്കാവുന്നതിലപ്പുറം ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ഇവരുടെ ജോലി, അതും മണിക്കൂറുകളോളം. മലയാളികളല്ല എന്ന ഒറ്റ കാരണത്താൽ ഇവരുടെ ദുരിതത്തിന് നേരെ നമ്മൾ കണ്ണടക്കണം. ക്യാമറാമാൻ ശശികാന്തിനൊപ്പം കൊച്ചിയിൽ നിന്നും ദീപക് ധർമ്മടം, അമൃത ന്യൂസ്. ഉത്തരാഖണ്ഡിലെ പ്രളയം തകർത്തത് ഏതാണ്ട് 500ഓളം വീടുകളെയാണ്. ഇവ പുനർനിർമ്മിച്ച് നൽകലിലാണ് മുന്തിയ പരിഗണന നൽകുക. ഇതുകൂടാതെ പ്രാഥമിക വിദ്യാലയവും ഉത്തരാഖണ്ഡിലെ ഗ്രാമങ്ങളിൽ മഠം നിർമ്മിച്ചു നൽകും. രാജ്യത്തുടനീളം 101 ഗ്രാമങ്ങൾ മഠം ദത്തെടുക്കുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനാണ് മുൻഗണന. അമൃത സ്വാശ്രയ ഗ്രാമം എന്നാണ് പദ്ധതി അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് പാക്കേജിൽ നടപ്പാക്കിയ സ്വാശ്രയ വിദ്യാഭ്യാസ തൊഴിൽ പരിപാടിയായ അമൃതശ്രീ ദത്തെടുക്കുന്ന ഗ്രാമങ്ങളിലും ഏർപ്പെടുത്തും. Biggest project that Amma is going to announce during this birthday is the adoption of 101 villages across India, and yet another relief and rehabilitation project for Kedarnath. അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സമൂഹത്തിന് ഉപകരിക്കുന്ന 4 ഉപകരണങ്ങൾ മഠം പുറത്തിറക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സുരക്ഷാ ഉപകരണമാണ്. പെട്ടെന്ന് കാണാനാവാത്ത വിധത്തിൽ ധരിക്കാവുന്നതും അപകട സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്കോ കുടുംബാംഗങ്ങളിലേക്കോ സന്ദേശം എത്തിക്കുന്നതാണ് ഈ ഉപകരണം. ഇതുകൂടാതെ ഹൃദ്രോഗികൾക്ക് ധരിക്കാവുന്ന ECG ഉപകരണവും നൂതന സാങ്കേതിക വിദ്യയുടെ ഉദാഹരണമാണ്. തുടർച്ചയായ ശാരീരിക നിരീക്ഷണങ്ങളിലൂടെ ഹൃദ്രോഗികളായ ആൾക്കാരുടെ ജീവൻ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നത് തടയാൻ ഇത് ഉപകരിക്കും. വ്യക്തികൾക്ക് ആരോഗ്യ വിവരങ്ങൾ മൈക്രോചിപ്പിലാക്കി സൂക്ഷിക്കാവുന്ന പോർട്ടബിൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പുതിയ സംരംഭമാണ്. നിരക്ഷരരായ വ്യക്തികൾക്ക് അക്ഷരാഭ്യാസം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ടാബ്ലറ്റുകളും അമ്മയുടെ ജന്മദിനത്തിൽ പുറത്തിറക്കും. അമ്മയുടെ വിവിധ സ്ഥാപനങ്ങളിലെ ഗവേഷണ വിഭാഗങ്ങൾ വികസിപ്പിച്ചെടുത്തവയാണ് ഈ ഉപകരണങ്ങൾ ഓരോന്നും. അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കിട്ട് രംഗനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജയ അരിക്ക് സംസ്ഥാനത്ത് വിപണി വില 29 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നപ്പോൾ കൺസ്യൂമർ ഫെഡ് 50 പൈസയെങ്കിലും കുറച്ചാണ് അരി വാങ്ങിയിട്ടുള്ളതെന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് പറഞ്ഞു. ഇതേസമയം തന്നെ ഇതിലും ഉയർന്ന വിലയ്ക്കാണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത്. ഇപ്പോഴുയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരടിസ്ഥാനവുമില്ല. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിനെ തകർത്ത് വിലക്കയറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരാണ് സർക്കാരിന് പരാതി നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 6 മാസമെങ്കിലും പേയ്മെന്റ് കൊടുക്കാൻ താമസിക്കുന്നുണ്ട് പലപ്പോഴും കൺസ്യൂമർ ഫെഡ്. സപ്ലൈകോ ആണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ എടുക്കുന്നില്ല. എന്നിട്ടും സപ്ലൈകോ 29 രൂപ 50 പൈസയ്ക്ക് വാങ്ങിയ ആ സമയത്ത് കൺസ്യൂമർ ഫെഡ് 29 രൂപയ്ക്കാണ് ജയരി വാങ്ങിയിരിക്കുന്നത്. ടെൻഡർ ക്ഷണിച്ചാണ് എല്ലാ സാധനങ്ങളും കൺസ്യൂമർ ഫെഡ് വാങ്ങുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ ഫെഡിലും ഈ ടെൻഡറിംഗ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുന്നതിനാൽ അതിന്റെ തിക്തഫലങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണോ ഗ്രൂപ്പുകളിൽ നിന്നാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലർ നിർബന്ധിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവരോട് വളരെ സതുദ്ദേശപരമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ ചില തിക്താനുഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനകത്ത് KPC പ്രസിഡന്റ് അനുവാദം ഇല്ലാതെ വ്യക്തികളെ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഉൾപ്പെടെ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.